അപ്പോൾ ഒരു പൊറോട്ട എടുക്കുക. എന്നിട്ട് നമ്മളുടെ പെപ്പർ ചിക്കനും കൂടെ എടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ നല്ല ക്രിസ്പി ആക്കി എടുക്കാം. ഞങ്ങൾക്ക് നല്ല ക്രിസ്പിയാണ് ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ ആക്കി എടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ടയും പെപ്പർ ചിക്കനും സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പറയല്ല, ഇതിപ്പം നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇച്ചിരി ഒന്ന് മെനക്കെട്ടാൽ മതി. നമ്മൾ കടയിൽ കാട്ടി നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദ 2 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 250 ഗ്രാമിന് കുറച്ചും കൂടെ വരുവേ. അത് തന്നെ നമുക്ക് ഏകദേശം ഒരു 8 പൊറോട്ട നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ അതും ഇച്ചിരി ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതാണെങ്കിൽ കുഴച്ചെടുക്കാം. കുറച്ചും കൂടെ ഒന്ന് വെള്ളത്തിൻ്റെ ഒരു ടെക്സ്ചർ വേണം. ഇതുപോലെ ഒരു ചെറിയൊരു ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് ആയിരിക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ കിച്ചൺ ടോപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതാണക്ക് നമ്മുടെ ചപ്പാത്തി പലകയിലോ ഒക്കെ ഇട്ടിട്ട് ഒരിത്തിരി ആദ്യം ഇച്ചിരി മൈദപ്പൊടി ഒന്ന് തൂവിയിട്ട് നമുക്ക് ഈ ഈ മാവ് വെച്ചിട്ട് ഇതുപോലെ നല്ല വൃത്തിക്ക് കുഴച്ചെടുക്കണം. ഈ ആദ്യം ഒട്ടുന്നൊന്നും പേടിക്കണ്ട. പിന്നെ ബാക്കി നമ്മൾ ഈ പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഇത് കണക്ക് വലിച്ച് നീട്ടി തന്നെ ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്ക് കുഴച്ചെടുക്കണം. എത്രത്തോളം നമ്മൾ കുഴയ്ക്കുന്നോ അത്രത്തോളം നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അന്നേരം ഒട്ടുന്നത് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടി തന്നെ അത് നമുക്ക് നല്ല കുഴച്ച് നമുക്ക് എടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നല്ല സോഫ്റ്റ് ആവും അപ്പോഴത്തേക്ക് ലാസ്റ്റ്. എന്നിട്ട് നമുക്ക് മറ്റേ നമ്മൾ കുഴച്ച പാത്രത്തിൽ തന്നെ ജസ്റ്റ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഗീയോ എന്തോന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഈ മാവ് അതേ കണക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലും ജസ്റ്റ് ഈ നമ്മുടെ ഏതാണോ ഓയിൽ എടുക്കുന്നത് അതെടുത്ത് ഒന്ന് തേച്ച് ഡ്രൈ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു നനഞ്ഞ തുണിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലിംഗ് റാപ്പില്ലേ അത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഏകദേശം അതൊരു 2 മണിക്കൂർ, 1 മണിക്കൂറായാലും മതി, പിന്നെ 2 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. ഇതുപോലെ ഞാൻ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നെയ്യ് ബട്ടറൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പൊറോട്ടയ്ക്ക്. അത് മാത്രമല്ല നമ്മൾ കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. ആദ്യ സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതണക്ക് നല്ല സോഫ്റ്റ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കൂടുതൽ ടൈം ഞാൻ ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ വെച്ച ദിവസങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പൊറോട്ട അങ്ങ് നല്ല ആവും, പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ എന്തോ ഒരു ഒട്ടൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഏകദേശം ഒരു 2 മണിക്കൂർ മതി. കറക്റ്റ് അത്രയാവുമ്പോൾ തന്നെ നമ്മുടെ പൊറോട്ട കറക്റ്റ് പരുവത്തിന് കിട്ടും. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ തൊടുമ്പം തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് നേരത്തെ കണക്ക് വീണ്ടും നമുക്ക് ചപ്പാത്തി പലക എടുക്കുക, അല്ലെങ്കിൽ കിച്ചൺ ടോപ്പ് ആണെങ്കിൽ അങ്ങനെ. ഇവിടെ നമ്മൾ പൊടിയല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ ബട്ടറോ ഗീയോ ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഓയിൽ, അത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ നമുക്കിപ്പോൾ കുഴയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. നമ്മൾ എപ്പോഴൊക്കെ മാവ് മാറ്റി വെക്കുന്നോ അപ്പോഴെല്ലാം ജസ്റ്റ് നമ്മളൊന്ന് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മാവ് ഇരുന്ന് ഡ്രൈ ആയി പോവും, പിന്നെ ആ ടെക്സ്ചർ അങ്ങ് മാറിപ്പോവും ആ മാവിൻ്റെത്. അപ്പോൾ ഇത് കണക്ക് മുകളിൽ നിന്ന് താപ്പോട്ടാക്കി ഉള്ളിലോട്ട് മടക്കിയിട്ട് നമ്മുടെ കൈക്കുള്ളിൽ വെച്ചിട്ട് നമുക്ക് ആ പൊറോട്ടയ്ക്ക് വേണ്ടുന്ന മാവ് നമുക്ക് മാറ്റി എടുക്കാം. ഓരോ പൊറോട്ടയ്ക്ക് എത്ര മാവ് വേണോ എന്നുള്ളത് നമുക്ക് ആ കയ്യിൽ അങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കറക്റ്റ് കിട്ടും കൺസിസ്റ്റൻസി ആയിട്ട്. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 8 മാവ് ഇങ്ങനെ കറക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് കണക്ക് തന്നെ വീണ്ടും ഓയിലും ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ബട്ടറും ഗീയും ആണ്, മിക്സ്ചറാണ് അതിൻ്റെ. വീണ്ടും തേച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവണം. എന്നിട്ട് നമുക്ക് വീണ്ടും എടുക്കുക. എന്നിട്ട് ഇത് കണക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കുക. വീണ്ടും ഒന്നാക്കി
പരത്തിയിട്ട് ജസ്റ്റ് കയ്യിൽ ഓയിൽ തേക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. നമ്മൾ തൊടുമ്പം തന്നെ ദാണ്ട് ഇതുപോലെ നല്ല സൂപ്പറായിട്ട് വലിഞ്ഞ് കിട്ടും. നമ്മളിൽ അടിക്കണ്ട. അതാണ് മെയിൻ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എനിക്കും പൊറോട്ട അടിക്കാനൊന്നും അറിയില്ല. അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ സാധാരണ പൊറോട്ട ഉണ്ടാക്കുകയും ചെയ്തത്. ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് അന്നേരം അതേ ടേസ്റ്റിൽ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ഉള്ള രീതിയിൽ ഒന്ന് പിച്ചാത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. കറക്റ്റ് ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് തള്ളി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചൊന്ന് എടുക്കുക. വലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് വലിച്ച് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ലെങ്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒന്നും കൂടെ ലെയർ ആവും. അങ്ങനെ ഒന്ന് വലിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചുറ്റി അവസാനം വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് പാർട്ട് അതിൻ്റെ താഴോട്ട് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി അങ്ങ് കുത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ പൊറോട്ട നമ്മൾ വീശി അടിച്ചിട്ട് നമ്മൾ ചുറ്റി വെക്കത്തില്ലേ, ആ സിസ്റ്റമായിട്ട് കിട്ടും നമുക്ക്. അങ്ങനെ അത് കണക്ക് ബാക്കിയുള്ള പൊറോട്ടയും ഇത് കണക്ക് ചുറ്റി എടുക്കണം. എന്നിട്ട് അതിന് മുകളിലും ജസ്റ്റ് ഒന്ന് എണ്ണ വേണമെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കാം. തേക്കേണ്ടാത്തവർക്ക്, എണ്ണ കുറവ് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ അധികം എണ്ണ യൂസ് ചെയ്യാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ഗീയും ഇതൊക്കെ അതിനനുസരിച്ച് ചേർക്കുന്ന ആവുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ഒരു ടേസ്റ്റ് നമുക്ക് പൊറോട്ടയ്ക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ദാണ്ടേ നല്ല ഇതുപോലെ വീണ്ടും കൈവച്ച് ഒന്ന് പരത്തിയെടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഒരു പാൻ ചൂടാവുമ്പം അതിലേക്ക് നല്ലതുപോലെ പരത്തിയിട്ട് അവിടെ വെച്ച് കൊടുത്താൽ മതി. അധികം നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കൈവച്ച് പരത്തുമ്പം തന്നെ അത് പരന്ന് വന്നോളും. എന്നിട്ട് ജസ്റ്റ് ആ ഒരു മാവിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് ജസ്റ്റ് നമുക്ക് ആ ഓയിലോ എന്താണെന്ന് വെച്ചാൽ തേച്ചിട്ട് ഒന്ന് തിരിച്ചിടുക. എല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാൻ പറ്റും. അങ്ങനെ വീണ്ടും ഓരോ മറിച്ചിടലിനും ഇച്ചിരി നെയ്യോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കുക. കാരണം അതൊന്ന് ക്രിസ്പ് ആവണമല്ലോ. അങ്ങനെ ആദ്യത്തെ 2 പ്രാവശ്യം തേച്ചാൽ മതി. പിന്നെ ബാക്കിയും അതിനനുസരിച്ച് തേച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. എത്രയേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് ഓരോ മിനിറ്റും അനുസരിച്ച് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം തന്നെ നമ്മുടെ കറക്റ്റ് ആ പൊറോട്ടയുടെ മുരിഞ്ഞ കളറും കാര്യങ്ങളും എല്ലാം കണ്ടോ. അതുകൊണ്ട് നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി അതെടുത്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും അത് കണക്ക് അപ്പോഴത്തേക്ക് വേറൊരെണ്ണം ഇത് കണക്ക് പരത്തി വെച്ചിരുന്നാൽ മതി. അത് ഇതിനകത്തോട്ട് ഇട്ടുകൊടുത്ത് ബാക്കി ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. അതുകൊണ്ട് എന്നിട്ട് നമ്മളിപ്പം ചുട്ടെടുത്ത പൊറോട്ടയാണ്. അത് വീണ്ടും നമ്മുടെ കൈ വെച്ച് നല്ല വൃത്തിക്ക് അടിച്ചെടുക്കണം. നമ്മൾ ഈ അടിക്കുന്നതിലും പൊറോട്ടയുടെ ഒരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ അടിച്ചെടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല ലെയറായിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടും. എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം. ഞാനിപ്പം പെപ്പർ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ വൈകാതെ യൂട്യൂബിൽ ഇടുന്നതാണ്.